നമസ്കാരം. നമസ്കാരം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെ ഒന്നിനു പുറകെ ഒന്നായി ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് ഇടം ബലം തിരിയാൻ പറ്റാത്ത രീതിയിൽ ED വീണ വിജയനെ ലോക്ക് ചെയ്തിരിക്കുന്നു എന്ന അവസ്ഥയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അന്ന് വീണ വിജയന്റെ വീട്, അതായത് മെയ് 27-ാം തീയതി തിരുവനന്തപുരത്തെ വീട് റെയ്ഡ് ചെയ്തപ്പോൾ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയ അല്ലെങ്കിൽ അവിടെ നിന്ന് കണ്ടെടുത്ത ഒരു ചുവന്ന ഡയറിയും ഒരു ഫോണും ഇതിലെ ആധികാരികമായ രേഖകൾ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അതിനെ തുടർന്ന് കോഴിക്കോട് ഒരു റെയ്ഡ് നടക്കുന്നു. ഒരു റെയ്ഡ് എന്ന് പറയുമ്പോൾ അത് 9 ഇടങ്ങളിലായിട്ട് വ്യാപിക്കുന്നു. വീണ വിജയന്റെ ഭർത്താവും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസിന്റെ ബന്ധുക്കളിലേക്കും സുഹൃത്തുക്കളിലേക്കും അവരുടെ സ്ഥാപനങ്ങളിലേക്കുമെല്ലാം റെയ്ഡ് നടക്കുന്നു. ഈ റെയ്ഡിന് ഒടുവിൽ EDക്ക് എന്ത് കിട്ടി എന്ത് കിട്ടിയില്ല എന്നുള്ള വിവരങ്ങൾ പരിശോധിക്കപ്പെടുമ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തലവേദനയായി മാറുന്നു. കാരണം CPMനെ തകർക്കാൻ വേണ്ടി കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ ഇങ്ങനെ ചില അന്വേഷണങ്ങൾ നടത്തുന്നു എന്ന് പറയുമ്പോൾ CPMനകത്ത് മറ്റേതെങ്കിലും നേതാക്കളുടെ അടുത്തേക്ക് ED അന്വേഷണം ചെല്ലുന്നില്ല. മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയനിലേക്കും മുഖ്യമന്ത്രിയുടെ മരുമകനായ മുഹമ്മദ് റിയാസിലേക്കും ചെന്ന് നിൽക്കുന്നു. പിന്നീട് അത് പിണറായി വിജയനിലേക്ക് എത്തും എന്നുള്ള ധ്വനിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. CPMനെ സംബന്ധിച്ചിടത്തോളം വേറെ നേതാക്കളുണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായും അങ്ങനെ CPMനെ തകർക്കാൻ വേണ്ടി, പിണറായി വിജയനെ തകർക്കാൻ വേണ്ടി മാത്രമുള്ള അന്വേഷണമല്ല നടക്കുന്നത് എന്നുള്ളതൊരു ഏകദേശം വ്യക്തമായി വരുന്നു. ഇവിടെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം നോക്കുമ്പോൾ ചെങ്കോട്ട എന്ന് പറയപ്പെട്ടിരുന്ന കണ്ണൂര്, കോഴിക്കോട്, ആലപ്പുഴ എന്നിങ്ങനെയുള്ള CPMന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് മേൽക്കൈ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിലെല്ലാം അമ്പെ പരാജയപ്പെടുന്ന ഒരു അവസ്ഥ കണ്ടു. കോഴിക്കോട് ഇപ്പോൾ ഈ പാർട്ടിക്കുണ്ടായിരിക്കുന്ന പരാജയത്തിന്റെ അടിസ്ഥാന കാരണം മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയായ മുഹമ്മദ് റിയാസിന്റെ ചില മാഫിയ ബന്ധങ്ങളാണ്, ഹവാല ഇടപാടുകളാണ് എന്ന് ചില മാധ്യമങ്ങൾ തന്നെ, ചില മുതിർന്ന മാധ്യമ പ്രവർത്തകർ തന്നെ പുറത്തുവിട്ടിരിക്കുന്നു. ഇത്തരം ചില കേസുകളുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ പിണറായി വിജയന്റെ സാമ്പത്തിക ദുരൂഹമായ ഇടപാടുകളെ കുറിച്ച് പലപ്പോഴും കേരളത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ എങ്ങനെയാണ് നന്ദകുമാർ സാർ ഇതിനെ നോക്കിക്കാണുന്നത്? അതായത് നോക്കിക്കാണുന്നല്ല, അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ആളുകൾ. ഈ മുഹമ്മദ് റിയാസിന്റെ പേര് പറയുമ്പോൾ കേരള ചരിത്രത്തിൽ മായ്ക്കാൻ പറ്റാത്ത ഒരു സംഭവം ഉണ്ടല്ലോ. ഏറ്റവും കൂടുതൽ ഒരു മാനസികമായ വിഷമങ്ങളും അല്ലെങ്കിൽ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ തിരിച്ചടികൾ നേരിടേണ്ടി വന്ന ഒരു സാഹചര്യം മുഹമ്മദ് റിയാസിൽ നിന്ന് നന്ദകുമാർ എന്ന മാധ്യമപ്രവർത്തനം ഉണ്ടായിട്ടുണ്ട്. അല്ല, എനിക്ക് തിരിച്ചടികൾ ഉണ്ടായോ എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടില്ല. അവരവരെ ഗുണ്ടായിസം കാണിച്ചുകൊണ്ടൊന്നും എനിക്ക് തിരിച്ചടിയായി മാറില്ലല്ലോ. അവർ ചെയ്ത ഓരോ പ്രവൃത്തിയും അവർക്ക് തിരിച്ചടിയായി മാറി എന്നല്ലാതെ എനിക്കൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ വിലപ്പെട്ട രേഖകൾ കടത്തിക്കൊണ്ടുപോയത് പിണറായി വിജയന്റെ കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയുമായി ബന്ധപ്പെട്ടതും ലാവ്ലിൻ കമ്പനിയുമായി ബന്ധപ്പെട്ട ലാവ്ലിൻ ഇടപാടുമായി അഴിമതിയുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം കടത്തിക്കൊണ്ടുപോയത്, അതിൽ ചില രേഖകൾ എനിക്ക് തിരിച്ചു പിടികിട്ടാൻ കഴിഞ്ഞില്ല. എനിക്ക് തന്നത് ഈ ബാലാന്തനായിരുന്നു. അത് മാത്രമാണ് എൻ്റെ പ്രശ്നം. അതേസമയത്ത് ജനങ്ങളെ മുന്നിൽ തിരിച്ചറിഞ്ഞല്ലോ ഇവരെന്തിനാണ് എൻ്റെ ഓഫീസ് ആക്രമിക്കുന്നത്. അപ്പൊ അവിടെ വിലപ്പെട്ട ഖനി ഉണ്ട് എന്ന് അറിഞ്ഞിട്ടാണല്ലോ ആക്രമിക്കുന്നത്, അല്ലെ എൻ്റെ ഓഫീസ് ആക്രമിക്കേണ്ട ആവശ്യം എന്താ? ഞാൻ മുഹമ്മദ് റിയാസിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. കോഴിക്കോട് മാർക്സിസ്റ്റ് പാർട്ടിയെ പറ്റി പറഞ്ഞില്ല. കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി മോശക്കാരാണെന്ന് പറഞ്ഞിട്ടില്ല. ഒരു കള്ളനായ, പെരുങ്കള്ളനായ പിണറായി വിജയൻ എന്ന് പറയുന്ന കാട്ടുകള്ളൻ കേരളത്തെ പറ്റിച്ച് CPMനെ അദ്ദേഹം വിദ്യുച്ഛക്തി മന്ത്രിയായപ്പോൾ അഴിമതി നടത്തിയെന്ന് പറയുന്ന ഒരു കാര്യത്തിനാണല്ലോ. അതിൽ ഉൾപ്പെട്ട വിലപ്പെട്ട രേഖയാണ് എൻ്റെ ഓഫീസ് കത്തിച്ച്, ഗുണ്ടകളുമായി വന്ന് കത്തിച്ച്, പെട്രോൾ വെച്ച് കത്തിച്ച് അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയത്. അന്ന് 25 ദിവസം 45 ദിവസം ജയിൽ കിടന്ന ആളാണ് ഈ പറയുന്ന മുഹമ്മദ് റിയാസ്. ആ റിയാസ് എങ്ങനെ മന്ത്രിയായി, എങ്ങനെ MLA ആയി, എങ്ങനെ MP ആവാൻ മത്സരിച്ചു, എങ്ങനെ കൗൺസിലർ, അവിടുത്തെ വാർഡ് കൗൺസിലർ ആവാൻ മത്സരിച്ചു, എങ്ങനെ സീറ്റ് കിട്ടി, അദ്ദേഹം ആരായിരുന്നു? അദ്ദേഹം അതിന് ഒരു കോർപ്പറേഷൻ ഇലക്ഷനിലേക്ക് ഒരു വാർഡ് മെമ്പറായി പോലും സ്ഥാനം കിട്ടാൻ ആയിട്ടില്ലാത്ത ഒരാളായിരുന്നു അന്ന് മുഹമ്മദ് റിയാസ്. അതെ, എന്റെ ഓഫീസ് കത്തിച്ചത് കൊണ്ടും രേഖകൾ കടത്തിയത് കൊണ്ടുമാണ് പിണറായി പിന്നെ എന്ത് ചെയ്തു, മകളെ കല്യാണം കഴിച്ചു കൊടുത്തു. അല്ല, ലോക്സഭാ സീറ്റിലേക്ക് വീരേന്ദ്രകുമാർ പോലെയുള്ള പ്രഗത്ഭനായ ഒരു രാഷ്ട്രീയക്കാരനെ, ഒരു ജനതാദളം എന്ന് പറയുന്ന കക്ഷിയുടെ നേതാവിനെ, മാതൃഭൂമി പത്രത്തിന്റെ മാനേജിംഗ് ഡയറക്ടറെ, അങ്ങനെ ഒരാളേക്ക് സ്ഥാനം കൊടുക്കാതിരിക്കാന്ന് പറഞ്ഞാൽ
അദ്ദേഹം ഒരു എഴുത്തുകാരനാണ്, ചിന്തകനാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് സീറ്റ് നിഷേധിച്ച് ആ പാർട്ടിയെ ചവിട്ടി പുറത്താക്കി ഒക്കെ കാരണം എന്താ? ഈ മുഹമ്മദ് റിയാസ് നടത്തിയ ഗുണ്ടായിസം വഴി എന്റെ ഓഫീസിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ രേഖകളാണ്, വിലപ്പെട്ട രേഖകൾ. അതിൽ വീരേന്ദ്രകുമാർ ഇത് ശരിയല്ല, ഏത് പത്ര ഓഫീസിനെതിരെയും ആക്രമണം നടത്തുന്നത് ശരിയല്ല, പകരം നിയമപരമായി നേരിടുകയാണ് വേണ്ടത് എന്ന് പറയുന്ന ഒരു കാര്യം അദ്ദേഹം പറഞ്ഞതിനാണ്. അതായത് റിയാസ് നടത്തിയ ഗുണ്ടായിസത്തെ, പിണറായി വിജയന് വേണ്ടി നടത്തിയ ഗുണ്ടായിസത്തെ എതിർത്ത് സംസാരിച്ചതിനാണ്. ഒരു പത്ര ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ നാടാണിത്, ആർക്കും തുറന്നു പറയാനുള്ള അവകാശമുണ്ട്, എതിരഭിപ്രായം ഉണ്ടെങ്കിൽ നിയമപരമായി നേരിടണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് തന്നെയാണെന്ന് സെബാസ്റ്റ്യൻ പോൾ അടക്കമുള്ള ആളുകൾ പറഞ്ഞത്. അങ്ങനെയുള്ള കാര്യത്തിൽ ഈ മുഹമ്മദ് റിയാസ് പിന്നെ എങ്ങനെ വളർന്നത് പിണറായി വിജയന്റെ ചിറകിനടിയിൽ നിന്നുകൊണ്ട് എല്ലാ തട്ടിപ്പുകളും വെട്ടിപ്പുകളും നടത്താൻ കഴിവുള്ള ആളാക്കി മാറ്റി, ഒരു മാഫിയ തലവനാക്കി മാറ്റി. അല്ല, ഈ വീണ വിജയനെ മുഹമ്മദ് റിയാസ് കല്യാണം കഴിച്ചതോടുകൂടി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വളരെ ശോഭനമായി മാറുന്നതാണ് പിൽക്കാലത്ത് കണ്ടത്. അല്ല, അതേ പിണറായി വിജയന്റെ മകൾ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, അവർ മാഫിയ ഹെഡ് എന്നുള്ള രൂപത്തിൽ തന്നെയാണ്. ഇതേപോലെ തന്നെയാണ് പിണറായി വിജയന്റെ മരുമകനും. ഇവർ തമ്മിൽ പിണറായി വിജയന്റെ മരുമകൻ ഇതിന് പറ്റിയ ഒരാളാണെന്ന് കണ്ടിട്ടാണല്ലോ മോളെ കല്യാണം കഴിച്ചു കൊടുത്തത്. വേറെ ഗുണങ്ങളൊന്നുമില്ലല്ലോ, ഗുണ്ടായിസം. അതേപോലെ പിന്നെ പറഞ്ഞു കേട്ടത് എളമരം കരീമിന്റെ ആയിട്ടുള്ള ചില വൃത്തികെട്ട കാര്യങ്ങളാണ് രാജൻ ജോസഫ് പറഞ്ഞത്. അതിനെതിരെ ഒരു സിവിൽ സ്യൂട്ട് പോലും ഫയൽ ചെയ്തിട്ടില്ല എളമരം കരീമോ മുഹമ്മദ് റിയാസും. അവർ തമ്മിൽ വളരെ മോശമായ, നമുക്ക് പറയാൻ പറ്റാത്ത ഇല്ലീഗലായിട്ടുള്ള ബന്ധമായിരുന്നു. അപ്പൊ അത്രയും വൃത്തികെട്ടവനാണ് ഈ പറയുന്ന മുഹമ്മദ് റിയാസ്. കൂടാതെ നമുക്കറിയാം, സ്വന്തം ഭാര്യയെ ചവിട്ടി പുറത്താക്കി 2 കുട്ടികളെയും ഒഴിവാക്കി പോകുന്ന ഒരു മനുഷ്യത്വം ഇല്ലാത്തൊരു മൃഗം തന്നെയാണ് റിയാസ്. അപ്പം അദ്ദേഹം കോഴിക്കോട് മാഫിയ പ്രവർത്തനത്തിന് ഒരു സംഘത്തെ ഉണ്ടാക്കി എന്ന് പറയുന്ന സംഭവം 100% സത്യം. അതിന്റെ തെളിവാണല്ലോ നമ്മുടെ എൻഫോഴ്സ്മെന്റ് റെയ്ഡ് നടന്നപ്പോൾ മുഹമ്മദ് റിയാസിന്റെ അനുചരന്മാരായ കിങ്കരന്മാരായ കുറെ ആളുകളുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയത്. അതിലൊരാള് നിഖിൽ, എന്റെ ഓഫീസ് റിയാസിന്റെ കൂടെ ഗുണ്ടായിസം കാണിക്കാൻ വന്ന ആളാണ്, പ്രതിയാണ്. അപ്പോ ഈ പറയുന്ന അതിന്റെ ഈ പ്രതിഫലനമാണ് കോഴിക്കോട് എന്നും 13 സീറ്റുള്ള കോഴിക്കോടിൽ നിയമസഭാ സീറ്റിൽ 12 സീറ്റും തൊപ്പിയിട്ടത്. 12 സീറ്റും തൊപ്പിട്ടു. അതെങ്ങനെ തൊപ്പിട്ടു? അതിന് കാരണം കൃത്യമായി പറഞ്ഞാൽ കോഴിക്കോട് മുഹമ്മദ് റിയാസാണ് കോഴിക്കോട് മാർക്സിസ്റ്റ് പാർട്ടിയെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയത്. അവിടെ നേരത്തെ എല്ലാ കാലത്തും സമുന്നതരായ ആളുകളാണ് സെക്രട്ടറിമാരായിട്ടുണ്ടായിരുന്നത്. കേളുവേട്ടനെ പോലെ മഹത്തായ പാരമ്പര്യമുള്ള, നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ഒരാളായിരുന്നു ഇ.കെ. നായനാരുണ്ടായിരുന്നു അവിടെ. അങ്ങനെ തുടങ്ങി കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായി ഉണ്ടായിരുന്ന ആളുകൾ പലരും എല്ലാവർക്കും മാതൃകയായ ആളുകളായിരുന്നു. കോഴിക്കോട് എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നതും സത്യത്തിനും നീതിയുടെയും പക്ഷത്തായിരുന്നു. അതെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് ഈ എളമരം കരീം മുതൽ ഇങ്ങോട്ടുള്ള ആളുകൾ പിന്നീട് പാർട്ടിയെ ഹൈജാക്ക് ചെയ്ത്, നമ്മുടെ മുഹമ്മദ് റിയാസിന്റെ നേതൃത്വം ഹൈജാക്ക് ചെയ്ത് ആ പാർട്ടി വെറും ഗുണ്ടകൾക്കും തമ്മാടിത്തം കാണിക്കുന്നവർക്കും ഉള്ള വേദിയായി മാറ്റിയത്. അതിന്റെ പ്രതിഫലനമാണ് കോഴിക്കോട് നല്ലവരായ CPM പ്രവർത്തകർ ഒറ്റക്കെട്ടായി CPM-നെ തോൽപ്പിച്ചു വിട്ടത്. കോഴിക്കോട് മത്സരിക്കുന്ന സീറ്റിൽ ബഹുഭൂരിപക്ഷം CPM ആണ് നിൽക്കുന്നത്. 2 സീറ്റ് മാത്രമാണ് വേറെ. ഒന്ന് നമ്മുടെ എളത്തൂരില് ആരായിരുന്നു മന്ത്രി? ശശീന്ദ്രൻ. പിന്നെ ആപ്പാടെ പോകുന്നത് പറയുന്നത് നമ്മുടെ നാദാപുരത്ത് ഉള്ള CPI സ്ഥാനാർത്ഥിയാണ്. ബാക്കിയെല്ലാ പിന്നെ വടകരയില് ജനതാദളിനും കൊടുക്കും. ഇതാണ് സ്ട്രക്ചർ. അതിൽ ബാക്കി എല്ലാ സീറ്റും CPM ആണ് മത്സരിക്കുന്നത്. അതിൽ ബേപ്പൂര് മാത്രമാണ്, അതും PV അൻവർ ആയതുകൊണ്ടാണ് ബേപ്പൂര് നഷ്ടപ്പെട്ടു പോയത്. അല്ലായിരുന്നു ബേപ്പൂർ അടക്കം UDF കൊണ്ടുപോകുമായിരുന്നു. അപ്പൊ അത്രയും പരാജയത്തിന് കാരണം ഈ റിയാസ് എന്ന് പറയുന്ന മാഫിയ തലവന്റെ നേതൃത്വത്തിൽ നടന്ന പാർട്ടിയെ ഹൈജാക്ക് ചെയ്ത് പാർട്ടി ഇല്ലാതാക്കിയ കാരണം കൊണ്ട് തന്നെയാണ്. അതിന് യാതൊരു സംശയമില്ല. അതൊന്ന് ജയശങ്കർ വളരെ വ്യക്തമായി കാര്യം പറഞ്ഞിട്ടുണ്ട്. ജയശങ്കർ ഒന്നും ഇങ്ങനെയൊന്നും ഇത്രത്തോളം തുറന്നടിച്ച് പറയാറില്ല. എന്റെ കൈവശമായിരുന്നു കിട്ടിയതല്ലേ ആ 10,000 കോടി രൂപയുടെ പിണറായി വിജയന്റെ വിദേശത്തെ ഉള്ള കള്ളപ്പണ നിക്ഷേപത്തിന്റെ രേഖകൾ. അത് ആരാണ് നിയന്ത്രിക്കുന്നത്? മകനും മകളും കൂടിയാണ്, പിന്നെയൊപ്പം റിയാസും കൂടിയാണ്. ഈ 3 പേരും കൂടിയാണ് ഈ കള്ളപ്പണത്തിന്റെ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യുന്നതും
അവര് എവിടേക്കാണ് സേഫാക്കി സൂക്ഷിക്കുന്നതും എല്ലാം തന്നെ. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥിതിയിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടി എത്തിക്കുകയും അതിന്റെ തലപ്പത്ത് മുഹമ്മദ് റിയാസ് വരികയും ആ മുഹമ്മദ് റിയാസ് പിണറായി വിജയനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് സ്വന്തം മകളെ, അതായത് എന്റെ ഓഫീസിൽ നിന്ന് കിട്ടിയ രേഖകൾ ഉപയോഗിച്ച് കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ രേഖകളൊക്കെ ഉപയോഗിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുകയും അങ്ങനെയാണ് നമ്മുടെ ഈ വിധത്തിൽ പാർട്ടി നശിച്ചു പോയത് കോഴിക്കോട്. ഇപ്പൊ ഈ CPM സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടെന്ന് നമ്മൾ പറയപ്പെടുന്ന ഒരു വികാരം, CPM അല്ലെങ്കിൽ ഇടതുപക്ഷം ഈ രീതിയിൽ ഇനി മുന്നോട്ട് പോവുകയാണെങ്കിൽ, അതായത് പിണറായി വിജയന്റെ അല്ലെങ്കിൽ MV ഗോവിന്ദന്റെ ഒക്കെ നേതൃത്വത്തിൽ ഇനിയും ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇതിലും വലിയൊരു പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് CPM പോകും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ ED കേസുമായി ബന്ധപ്പെട്ട് കോഴിക്കോടുണ്ടായിട്ടുള്ള റെയ്ഡും മുഹമ്മദ് റിയാസ് എന്ന ഈ ഒരു നേതാവിനെ ചുറ്റിപ്പറ്റി ഈ വരുന്ന ഹവാല പോലുള്ള ഇടപാടുകൾ, ഈ കേരളത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിൽ തന്നെ ഒരു നേതാവിനെതിരെ ഇങ്ങനെ ഹവാല പോലുള്ള ഒരു ഇടപാടും ഇതുവരെ പറഞ്ഞ് കേട്ടിട്ടില്ല. അങ്ങനെയെങ്കിൽ തീർച്ചയായും ഈ ഒരു സാഹചര്യത്തിൽ CPM പുതിയൊരു ദിശാബോധവും ഒരു നേതൃത്വം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇനി വരും കാലങ്ങളിൽ കേരളത്തിൽ ജനങ്ങൾക്കിടയിൽ നിൽക്കാനുള്ള ഒരു സാധ്യത എങ്ങനെയാണ് സാർ നോക്കിക്കാണുന്നത്? അതായത് CPM എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തിലെ അണികളൊക്കെ എന്ന് പറയുന്നത് സത്യസന്ധരും നീതിമാന്മാരും അവര് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സേവകരുമാണ്. പക്ഷെ ഒരു കൂട്ടം മാഫിയ പ്രവർത്തകരെ പിണറായി വിജയൻ സൃഷ്ടിക്കുക, അതിന്റെ തലപ്പത്ത് മകളും മരുമകനും വന്നതോടുകൂടിയിട്ട് അതിന്റെ പിക്ചർ മാറ്റാൻ ശ്രമിച്ചു. പക്ഷെ അത് സാധാരണ അണികൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ ഈ ഇലക്ഷനിൽ അവിടെ തോൽപ്പിച്ചു വിട്ടത്. എന്നിട്ടും കൂടെ നിന്ന് കുറെ ആൾക്കാർ. പക്ഷെ ഇനി അതല്ല, ഇവരാണ് ഭരിക്കുന്നതെങ്കിൽ, ഇവരാണ് നയിക്കുന്നതെങ്കിൽ CPM എന്നുള്ള പ്രസ്ഥാനം തകർന്ന് തരിപ്പണമായി തീരും. LDF ഇല്ലാതാകും. കേരള ചരിത്രത്തിൽ CPM എന്ന പ്രസ്ഥാനം ഉണ്ടായിരുന്നോ എന്നുള്ള ചോദ്യം പോലും ചോദിക്കത്തക്ക രീതിയിലേക്കുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു ഇലക്ഷൻ നടക്കുകയാണ്, 140 സീറ്റിലും UDF ജയിച്ചു. ആ സ്ഥിതിയിലാണ് കേരളത്തിലെ സ്ഥിതി. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ CPI കള്ളന്മാരായിട്ട് കൂട്ടിച്ചേർന്നിട്ടാണ് പിണറായി വിജയനെയും മരുമോനെയും മകളെയൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി കൂട്ടുനിൽക്കുന്നത്. അതിൽ ചില 2 നേതാക്കന്മാരാണ് അതിന്റെ പിന്നിൽ ഇവരുടെ അടുത്ത് നിന്ന് കാശും വാങ്ങി അവിടെ ഡൽഹിയിൽ പോയി കാര്യങ്ങളൊക്കെ തീർക്കുന്നത്. അതുകൊണ്ടാണ് BJP ഇവിടെ വളരാത്തത്. എന്നോ BJP വളരേണ്ട സമയം കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ ഉണ്ടായിട്ടുള്ള ചില ഡെവലപ്മെന്റ് പ്രകാരം നോക്കുകയാണെങ്കിൽ CPM കാലാകാലത്ത് നശിക്കാൻ പോവുകയാണ്. അതിന് കാരണവരാണ്. അതുകൊണ്ട് എത്രയും വേഗം അതിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകുവാൻ നല്ല ചില നേതാക്കന്മാർ മുന്നിൽ വരണം. ആ നേതാക്കന്മാരുടെ പ്രവർത്തനം വഴി നമുക്ക് ഇത് പാർട്ടിയെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പാർട്ടിയുടെ അടിത്തറ തകർന്നിട്ടില്ല ഇപ്പോഴും. പക്ഷെ അടിത്തറ തകരുന്നതിന് മുമ്പ് പിണറായി വിജയനെയും റിയാസിനെയും ഒക്കെ പിടിച്ച് പുറത്താക്കി ശുദ്ധി കലശം നടത്തിയാൽ ആ പാർട്ടി രക്ഷപ്പെടും. പക്ഷെ അതിനനുസരിച്ചുള്ള ആംബിയറുള്ള നേതാക്കന്മാർ CPM ഇല്ല എന്നുള്ളതാണ് ഇപ്പൊ ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യം. പിണറായി വിജയൻ ഇതേപോലെ വളച്ച് ശരിയാക്കിയെടുത്ത കുറെ നേതാക്കന്മാരാണ്. പകരം നല്ല ആംബിയറുള്ള, നമുക്കറിയാം കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആ പരിപാടിയിൽ ഏറ്റവും പങ്കെടുത്തതൊക്കെ വനിത SFIയുടെ നേതാക്കന്മാരാണ്. ആ നേതാക്കന്മാരെ പോലുള്ള ആളുകൾ, ശരിക്കും വീക്ഷണമുള്ള ചില ചെറുപ്പക്കാരായ ആളുകളെ ഈ പാർട്ടി അതിലേക്ക് വരികയും അതിനെ നയിക്കാനുള്ള കഴിവുണ്ടാവുകയും ചെയ്താൽ തീർച്ചയായും ഈ പാർട്ടി ഭയങ്കരമായി രക്ഷപ്പെടും. നമുക്കറിയാം MV ഗോവിന്ദനൊക്കെ വെറും പിണറായി വിജയൻ ആസനം താങ്ങിയല്ലാതെ വേറൊന്നുമില്ല. കാരണം അദ്ദേഹത്തിനും വിദേശത്ത് പോയിട്ട് കുറെ കുഴപ്പണമായി ബന്ധപ്പെട്ട സംഭവങ്ങളുണ്ട് എന്നുള്ളത് അതിന്റെ രേഖകളെല്ലാം പിണറായി വിജയന്റെ കൈവശമുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും തന്നെ പിണറായി വിജയന്റെ കാൽക്കൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നത്. ആദ്യം പിണറായി വിജയനെ ചവിട്ടിപ്പുറത്താക്കുന്നത് ഇത്തരം നേതാക്കന്മാരെ മാറ്റിക്കഴിഞ്ഞാൽ, ശക്തമായ നേതൃത്വം വന്നാൽ തീർച്ചയായും പാർട്ടി ഡെവലപ്പ് ചെയ്യും. സാർ, ഒരു അവസാന ഒരു ചോദ്യം കൂടി. അതായത് പഠിക്കുന്ന കാലത്ത്, സാർ പഠിക്കുന്ന സമയത്ത് സ്കൂളിലും കോളേജിലും ഒക്കെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തുമായിട്ട് ചേർന്ന് നിന്ന ഒരാളാണ്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ഈ കേരള രാഷ്ട്രീയത്തിലെ ഇടതുപക്ഷത്തിൻ്റെ അപജയം കാണുമ്പോൾ ഇനി കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത്, ലോകത്തിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിൽ വന്നതാണ് ഈ കൊച്ചു കേരളം. ഇപ്പോഴത്തെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അപജയവും ഇടതുപക്ഷത്തിൻ്റെ പരാജയവും കാണുമ്പോൾ തുടർന്ന് കേരളത്തിൽ കമ്മ്യൂണിസത്തിൻ്റെ ഒരു പ്രസക്തി എങ്ങനെയാണ് സാർ നോക്കിക്കാണുന്നത്? കമ്മ്യൂണിസത്തിന്റെ പ്രസക്തി ലോകത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണെന്ന്. അതിന് കാരണം ഇത്തരത്തിലുള്ള നേതൃത്വം ഒരു ഘട്ടം കഴിയുമ്പോൾ നേതാവിലേക്ക് ചുരുങ്ങുകയും നേതാവ് പറയുന്ന പ്രകാരം പാർട്ടിയായി തീരുകയും അവരെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നത് കൊണ്ടാണ്. അത് ബംഗാളിലായാലും ത്രിപുരയിൽ തകർന്നത് കൊണ്ടാണ്, ലോകത്ത് മുഴുവൻ തകർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. ആ വ്യക്തി കേന്ദ്രീകൃതമാണ് പാർട്ടി എന്നുള്ള രൂപത്തിലേക്ക് പോവുകയാണ്. ഇവിടെ അങ്ങനെയല്ലായിരുന്നു. കുറേം കൂടെ ജനകീയ, ലോകത്തിലെ ഇലക്ഷനിലൂടെ
തെരഞ്ഞെടുപ്പിലൂടെ ജനാധിപത്യ സമ്പ്രദായത്തിലൂടെ വന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇന്ത്യ കേരളത്തിലുള്ള. 57 അതുകൊണ്ട് തന്നെ ആ പാർട്ടിക്ക് അതിൻ്റെതായ ജനാധിപത്യ സ്വഭാവം ഉണ്ടായിരുന്നു. ഒരാളല്ല ഇതാക്കുന്നത്. പക്ഷെ കഴിഞ്ഞ 10 വർഷം കൊണ്ട് 10 വർഷമല്ല 26 വർഷം ഘട്ടം ഘട്ടമായി പിണറായി വിജയൻ അതിനെ കശക്കിയെടുത്ത് തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കി തൻ്റെ ചട്ടുകമായി ഉപയോഗിച്ച് മറയാക്കി ഉപയോഗിച്ച് തമ്മാടിത്തരങ്ങൾക്കെല്ലാം അഴിമതികൾക്കെല്ലാം അദ്ദേഹം ചെയ്യുന്ന കോടിക്കണക്കിന് രൂപ അഴിമതിക്കെല്ലാം മറയാക്കി പാർട്ടിയെയും ഭരണത്തെയും ഉപയോഗിച്ചു. എന്നിരുന്നാൽ ഘടനാപ്രകാരം ഇത് കേരളത്തിൽ ജനാധിപത്യമായ രീതിയിൽ നിന്ന ഒരു പാർട്ടിയാണ്, ജനാധിപത്യപരമായി ഇലക്ഷൻ കൂടെ ജയിച്ച പാർട്ടി. അതുകൊണ്ട് ഇപ്പോഴും നശിച്ചിട്ടില്ല. ഇപ്പോൾ ശ്രമിച്ചാൽ കേരളത്തിൽ CPM രണ്ടാമതും ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെല്ലാം കൂടെ ഒറ്റക്കെട്ടായി കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ വന്നാൽ അത് ദീർഘവീക്ഷണമുള്ള സത്യസന്ധരായ ജനാധിപത്യത്തിൽ വിശ്വാസമുള്ള നേതാക്കന്മാർ വരണം. അങ്ങനെ നേതാവ് വരുന്നില്ലെങ്കിൽ പാർട്ടി ഇല്ലാതാകും. അല്ലെങ്കിൽ നേതാവ് ഉണ്ടെങ്കിൽ തീർച്ചയായും പുതിയതായി കെട്ടിപ്പടുക്കണ്ട, അപ്പോൾ ഉള്ളത് നമ്മൾ ഡെവലപ്പ് ചെയ്താൽ മതി.